ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം ദൈവസഭയായി കടന്നു വരുവാൻ ദൈവത്തിന്റെ അവസരത്തെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം നാം വരുന്ന ഇടങ്ങളിൽ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറച്ച ഇന്ന് പകൽ വീണ്ടും ഒരുമിച്ച് കൂടി വരുവാൻ ദൈവത്തിന്റെ അവസരത്തെ ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വലിയ രക്തത്തിനെ ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ കെ സി തോമസ് നമ്മുടെ സെന്ററിൽ വളരെ പരിചിതനാണ്. പിന്നെ പാസ്റ്റർ നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കും. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് പരിചയമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട് സെന്ററിലെ പല മീറ്റിംഗിലും. അത് ഓർത്ത സ്ഥലത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം പ്രിയ വൃദ്ധനിലൂടെ കേൾപ്പാൻ ദൈവം സഹായിക്കട്ടെ. അത് പ്രത്യേകമായി നിങ്ങളുടെ സ്നേഹവും വന്ദനവും സ്വാഗതവും ഈ സമയത്ത് അറിയിക്കുകയാണ്. കടന്നു വന്നെല്ലാം പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. വിശേഷ അതിഥികളായൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ നടുവിലുണ്ട്. പ്രിയ ആന്റി കുറെ നാളുകൾക്ക് ശേഷം കടന്നു വന്നിട്ടുണ്ട്. എന്റെ സിസ്റ്ററും കുഞ്ഞും കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. പല പ്രിയപ്പെട്ടവർ നാട്ടിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസ് ഒത്തിരി പേര് കടന്നു പോയത് കൊണ്ട് നമ്മുടെ ക്രൗഡ് ഒത്തിരി കുറവാണ്. എങ്കിലും കർത്താവ് ഒരുക്കുന്ന അവസരങ്ങളെ ഓർത്ത കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പങ്കുവെച്ച് ഈ പറഞ്ഞ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനം 112 ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. യഹോവയെ ഭയപ്പെടുന്ന, യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ തുടർന്നുള്ള എല്ലാ വാക്യത്തിലും അവന് വന്നു ചേരുന്ന നന്മകളെ കുറിച്ച് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ ഇരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. അതിലൊരു വാക്ക് 6-ാമത്തെ വാക്യമാണ്. അവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. 7-ന്റെ അവസാനത്തെ ഭാഗം: അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 9-ന്റെ അവസാനത്തെ വാക്യം: അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. 2, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. 3, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും ദൈവത്തിന് പ്രസാദകരമാണെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ വേദപുസ്തകം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. രാവിലെ എണീറ്റ് ഒരു അധ്യായം വായിച്ചത് കൊണ്ടോ പ്രസംഗിക്കുന്നത് കൊണ്ടോ അവന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഹൃദയത്തിനകത്ത് ഉറപ്പോടെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് തന്നെ കാണുന്നുണ്ടെന്ന ഉത്തമ ബോധ്യത്തോടെ ഇരിക്കുന്നവനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനത്തെ, അവന്റെ കൽപ്പനകളെ എല്ലാം ഇഷ്ടപ്പെടാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. കാരണം നമുക്കെന്താ, നമ്മുടെ ചില ചിന്തകളുണ്ട്, നമ്മുടെ ചില ഫേവറേറ്റിസം ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിപ്രായത്തിൽ വ്യത്യാസമുള്ളവരാണ്. എന്റെ ഇഷ്ടമായിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന മറ്റൊരാളുടെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഒരുപോലെ കഴിയേണ്ടെന്ന് ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന 2 കൽപ്പനകൾ എന്താ? 1, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ അവനെ സ്നേഹിക്കണം. 2 എന്താ പറഞ്ഞേ? നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഈ 2 കൽപ്പന പോലും നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാ മനുഷ്യരെയും ഇഷ്ടപ്പെടുകയായിരുന്നെങ്കിൽ, നമ്മൾ കർത്താവിനെ പൂർണ്ണതയോടെ ആരാധിക്കുന്നവരായിരുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥ എന്നേ മാറിയേനെ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുറെ ചിന്തകളായിട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ കുറെ കണ്ടുപിടുത്തങ്ങളുണ്ട്, നമ്മുടെ കുറെ വാശികളുണ്ട്, നമ്മുടെ കുറെ ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു, അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. ഇഷ്ടപ്പെടുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്താ? ഹല്ലേലൂയ. നമുക്കൊരു കാര്യം ഇഷ്ടമാണ്, അല്ലെങ്കിൽ വ്യക്തിയെ ഇഷ്ടമാണ്, ഒരു ഇടം ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഒന്നെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സ്ഥലമാണെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ പോകാൻ ആഗ്രഹിക്കും. അല്ലേ? അങ്ങനല്ലേ?
അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം, എപ്പോഴും അത് പ്രമാണിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഊണിലും ഉറക്കത്തിലൊക്കെ എന്തു പറയും? ഓ, അവന്റെ കൽപ്പനകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ പ്രശ്നം എവിടെയാണെന്നറിയാവോ? നമ്മൾ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്നവരാ, പക്ഷെ രണ്ടാമത്തെ ഭാഗത്താണ് പ്രശ്നം. അത് പ്രമാണിക്കുന്നതിൽ എന്തുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ പൂർണ്ണതയിലേക്ക് അവനെ ഇഷ്ടപ്പെടാനോ അവന്റെ പൂർണ്ണതയിലേക്ക് അവൻ അനുസരിക്കാനോ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം അവർക്ക് യോഗ്യമല്ല. ഈ അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള, ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ സാധ്യതയുള്ള, ദൈവിക ഇഷ്ടത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സാത്താൻ നമ്മിൽ കുറ്റം ആരോപിക്കാൻ, കുറ്റം കണ്ടെത്തുവാൻ ഓങ്ങി നടക്കുകയാണ്. മോശയെ കുറിച്ച് അവൻ തർക്കിച്ചു. ഹല്ലേലൂയ. പത്രോസിന് വേണ്ടി അവൻ വാദിച്ചു. ദൈവത്താൽ നിയമിതനായ അഭിഷിക്തനായ മോശയുടെ ശരീരത്തെ കുറിച്ച് അവൻ വാദിച്ചും തർക്കിച്ചെങ്കിൽ, ഹല്ലേലൂയ, നാം എവിടെയാണ്, നമ്മൾ എങ്ങനെയാണെന്ന് നമുക്ക് മാത്രം അറിയാം. നമ്മെ കുറിച്ച് പറയാൻ എന്തോരം കാര്യങ്ങളുണ്ടാകും. പത്രോസിനെ കുറിച്ച് വരെ പറഞ്ഞു. അവന്റെ നിഴലടിച്ചപ്പോൾ സൗഖ്യമായവരുണ്ട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടന്നവരുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നിഴലടിച്ചിട്ട് ഒരുത്തനെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ. വാക്ക് പറഞ്ഞിട്ട് ആരും എഴുതി നടന്നിട്ടുണ്ടോ? ഇങ്ങനെ പോകുക. അപ്പൊ നമ്മെ കുറിച്ച് എവിടം വരെ ഇരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ചിന്തിക്കണം. അവന്റെ കൽപ്പനകളെ അനുസരിക്കാൻ, കൽപ്പനകളെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. ഒരു മനുഷ്യനെ ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ട് ഞാൻ ഇരിക്കാം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വ്യക്തിയാണ് ദാനിയേൽ. 6-5 പെട്ടെന്ന് വായിക്കും. അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ഞാൻ മുമ്പത്തെ വാക്യം എന്ന് വെച്ചു. 4-ാമത്തെ വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. 5-ാമത്തെ വാക്യത്തിൽ വായിച്ചെന്തുവാ? ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ അവൻ എന്തുകൊണ്ട് ഒരു കുറ്റവും ഇല്ല. അവനെ കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോ ഒരു കുറ്റവും കാണാനില്ല. അവൻ വിശ്വസ്തനായിരിക്കും. ദാനിയേലിനെ ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. ദാനിയേല് ബാബേൽ പ്രവാസത്തിലേക്ക്, ഹല്ലേലൂയ, പിടിച്ചുകൊണ്ടുപോയ ഒരു അടിമയാണ്, ഒരു അടിമ ബാലനാണ്. ആ അടിമ ബാലനിൽ നിന്ന് അവൻ എവിടെ എത്തി? രാജ്യത്തിന്റെ രണ്ടാമനായി. Hallelujah. He's not a citizen. He was a slave. He was a captive person. Hallelujah. ഒരു രാജ്യത്തിന്റെ രണ്ടാം നിര പൗരനെന്ന് പോലും അവകാശമില്ലാത്ത ഒരുവൻ എവിടെ എത്തി? രാജ്യത്തിന്റെ രണ്ടാമനായി. Praise the Lord. അടിമത്വത്തിൽ നിന്ന് രാജ്യത്വം പ്രാപിച്ചിട്ടും അവൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. അവൻ ദൈവത്തെ ഇഷ്ടപ്പെട്ട, ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ട, ന്യായപ്രമാണത്തെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. അതാണ് വായിച്ചത്. അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ. Praise the Lord. Hallelujah. രാജാവ് ഈ യഹൂദ ബാലന്മാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം പെട്ടെന്ന് ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തോട്ട് വരാം. 1-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരെല്ലാവരിലും വെച്ച ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ
അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. രണ്ടാമത് അതിന്റെ 20-ാമത്തെ വാക്യം. അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മാന്ത്രികകളിലും മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. എടാ, കുഞ്ഞുനാൾ മുതല് അവിടത്തെ അഭ്യാസങ്ങൾ പഠിച്ച് മന്ത്രവാദം പഠിച്ച് അവിടത്തെ ജ്ഞാനത്തിനും ബുദ്ധിക്കുമൊത്തവണ്ണം വളർന്നവരെക്കാൾ ദാനിയേൽ 10 വിശിഷ്ടരായിരുന്നു. രാജാവ് ചോദിച്ച സകല ചോദ്യങ്ങൾക്കുണ്ട് ഉത്തരവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് തുല്യനായി ഒരുത്തനെയും കണ്ടില്ല. അടിമയായി പിടിച്ചുകൊണ്ട് പോയ ഒരുത്തൻ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് രാജാവ് സംസാരിച്ചപ്പോൾ രാജാവ് പറയുകയാ, ഇവരെ പോലെ ഒരുത്തനും ഈ രാജ്യത്തില്ല. ഹല്ലേലൂയ. ഈ 4 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ 3 പേർക്ക് അധിപതിയൊക്കെ ആരെ വെച്ചു? ദാനിയേലിനെ വെച്ചു. 120 സംസ്ഥാനങ്ങളുള്ള ബാബേൽ സാമ്രാജ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു 40 സംസ്ഥാനങ്ങൾ ഓരോരുത്തർ കീഴിലുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ 40 പേര് 40 ദേശാധിപതികളെ ഭരിക്കണം. ഒരാള് 40 ദേശാധിപതികളെ ഭരിക്കണം. ഇങ്ങനെയാണ് ഓർഗനൈസേഷൻ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിനിമം 40 ഭാഷയെങ്കിലും ആര് മനസ്സിലാക്കണം? ഒരുത്തൻ മനസ്സിലാക്കിയിരിക്കണം. 120 സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവന്റെ ബുദ്ധി എന്തോ ആയിരിക്കും. ഹല്ലേലൂയ. രാവിലെ എന്റെ വീട്ടിൽ നിന്നോട്ട് ഇറങ്ങിയ വണ്ടിക്കകത്ത് കയറുമ്പോഴായിരിക്കും നമ്മൾ എന്തോ ചെയ്യുന്നത്, പലതും ഓർത്ത് വെച്ച് ആലോചിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ 120 സംസ്ഥാനത്തിലെ സകല കാര്യങ്ങളും ഓർഡറായിട്ട് അതിന്റെ ക്രമത്തിന് ഓർത്ത് വെച്ച് ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാ പറഞ്ഞേ, അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദൈവം ആക്കി വെച്ച സ്ഥാനത്ത്, ദൈവന് നൽകിയ നന്മയ്ക്ക് അവൻ നിഗളിക്കാതെ ദൈവത്തിന് വേണ്ടി വില കൊടുത്തു. ആമേൻ. അവിടെ എന്താ സംഭവിച്ച 6-ാമത്തെ അധ്യായത്തിൽ? ഇങ്ങനെ ഈ കൂട്ടർ എന്തോ ചെയ്തു? ഇവനെ ഒന്ന് കൊടുക്കണം, ഇവനെ ഒരു കുറ്റം കണ്ടെത്തണം. അവന്റെ ജോലിയിൽ അവനെ കുറ്റം കണ്ടെത്തുവാൻ കഴിയത്തില്ല, അവന്റെ സ്വഭാവത്തിൽ കുറ്റം കണ്ടെത്തുവാൻ കഴിയത്തില്ല, അവന്റെ ഇടപാടിൽ കുറ്റം കണ്ടെത്തുവാൻ കഴിയത്തില്ല. പിന്നെ ഇവനെ പിടിക്കാൻ അവിടെ ഉള്ളതാ ന്യായപ്രമാണത്തിൽ, അവന്റെ ഉപദേശത്തിലാ പ്രശ്നം. അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന ഒരുത്തനെ കണ്ടാൽ ലോകം പറയണം അവനിൽ കുറ്റമില്ലെന്ന്. ലോകം പറയണം അവനൊരു കാരണമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ വിശ്വസ്തനായിരുന്നെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് എന്തോ പറ്റി? അസുഖവൻ, അടിമയായിരുന്നവൻ രാജാവിന്റെ ദർശനങ്ങളെ വിവരിച്ചു. പക്ഷെ രാജാവിന്റെ ദർശനം പറഞ്ഞുകൊണ്ടൊന്നും അല്ല രാജാവ് വെളിക്കേറ്റി വെച്ചത്. രാജാവ് അവനോട് ചോദിച്ച് അവന്റെ ക്വാളിഫിക്കേഷൻ കണ്ട് അവനെ പോസ്റ്റിലാക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മേൽ ദൈവം ജ്ഞാനത്തെ നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടുത്തെ ആൾക്ക് എന്താ അസുഖത? അവരെന്തോ ചെയ്തു? രാജാവിന്റെ അടുക്കൽ ചെന്നു. എങ്ങനെയെന്നു? ബന്ധപ്പെട്ട് ചെന്നു. എഫേർട്സ്, ഇത്തിരി കഷ്ടപ്പാടും കുറച്ച് കോൺസ്പിറസിയും ഒക്കെ ആയിട്ട് ഇവരെന്തോ ചെയ്തു? രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, രാജാവേ എന്ത് ചെയ്യണം? രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. ആരെങ്കിലും പുകഴ്ത്തുമ്പോ ആലോചിച്ചോണം എന്തോ പണി വരുന്നു. രാജാവേ ദീർഘായുസ്സായിട്ടിരിക്കട്ടെ. രാജാവിന് ദീർഘായുസിന് വേണ്ടിയിട്ടാണ് അയ്യമാര് വന്നേ. ഒരുത്തന്റെ ആയുസ് ഒടുക്കി കളയാൻ അയ്യമാര് കയറി വന്നേ. ദൈവത്തിന്റെ പ്രമാണത്തെ ഇഷ്ടപ്പെടുന്ന ദാനിയേലിനെ അവസാനിപ്പിക്കാൻ മുഖസ്തുതികൾ കൊണ്ട് ആ ദേശാധിപതികൾ എന്ത് ചെയ്തു? രാജാവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. എന്തോ പറഞ്ഞു അവന്റെ അടുത്ത് നിന്നിട്ട്? എന്തോ പറഞ്ഞേ? ദീർഘസെറ്റിരിക്കട്ടെ, അടുത്ത 30 ദിവസത്തേക്ക് തിരുമേനികളല്ലാതെ എന്ത് ചെയ്തു? രാജാവിനെ അങ്ങ് ദൈവമാക്കി. രാജാവിനെ ദൈവമാക്കിയിട്ട് പറഞ്ഞു, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ ഒരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷിച്ചു കഴിഞ്ഞാൽ
അവന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയണം. എന്തോ ചെയ്യണം? സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്ത് ഇട്ട് കളയണം. ഇങ്ങനെ ഒരു കുടുക്കുമായിട്ട് ഇവരെയൊന്നു ദാനിയേലിനെ കൊടുക്കാനായി രാജാവിന്റെ അടുത്ത്. പക്ഷെ ദാനിയേൽ അപ്പോഴും ചെയ്യുക, 3 നേരം യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന എപ്പോഴാ? ഓർഡർ വരുമ്പോഴാ. ഓർഡർ വരണം. 30 ദിവസത്തിന്റെ ഓർഡർ വന്നാലും നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കത്തുള്ളൂ. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്തു? ഓർഡർ വന്നാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവൻ, ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രമാണത്തെ ഇഷ്ടപ്പെടുന്നവനായിരിക്കും. ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ, ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഓർഡർ വരുന്നതിന് മുന്നേ കണ്ടിന്യൂസ് ആയി എല്ലാ ദിവസവും ഹല്ലേലൂയ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും കിളിവാതിൽ യെരൂശലേമിനെ നേരെ തുറന്ന് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും ബിസിയസ്റ്റ് മാനാണ്. നമ്മളെല്ലാരും ബിസി അല്ലേ? ഇന്നൊരു മീറ്റിംഗ് വെച്ചാൽ ഞാൻ ബിസി ആയിരിക്കുന്ന. ദാനിയേൽ അത്ര ബിസിയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? 120 സംസ്ഥാനത്തിന്റെ കാര്യം നോക്കണം, അവിടുത്തെ ഫിനാൻസ് നോക്കണം, ഹൈവേ നോക്കണം, അവിടുത്തെ ബിസിനസ് നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഈ ഗവൺമെന്റിലുള്ള സകല മിനിസ്ട്രിയും ഇത് നോക്കേണ്ട ആളാരാ? ദാനിയേലാ. ദാനിയേലിനെ പോലെ ബിസി ആയിട്ടുള്ള ഒരാള് ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കാനായി ഇവൻ പ്രാർത്ഥിച്ചു. ഇവന്റെ ശീലമല്ല, ഇവൻ എപ്പോഴാ? വന്ന കാലം മുതൽ ഇവൻ പ്രാർത്ഥിക്കും. ആമേൻ. അടിമത്തത്തിലാണെങ്കിലും അവൻ പ്രാർത്ഥിക്കും, രാജ്യത്വത്തിലാണെങ്കിലും അവൻ പ്രാർത്ഥിക്കും. നിന്റെ അവസ്ഥ ഏതായാലും ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവനായി, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല ദൈവത്തിന്റെ സ്നേഹം. എന്ന പകൽക്കാലം എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ഈ ദൈവത്തിന്റെ വഴി വിട്ടു പോകാതെ ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ സാഹചര്യത്തിന് മുന്നേ നിനക്ക് വേണ്ടി ദൈവം തന്റെ വിടുതൽ അയക്കുന്നു. ഇവിടെ എന്തോ ചെയ്തു? സിംഹത്തിന്റെ ഗുഹയിലിടാനുള്ള പ്ലാനുമായിട്ട് ഇവര് ചെന്നു. ഇവര് നോക്കി നടക്കുകയാണ്. ഓർഡർ വരുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചു. ഓർഡർ വന്നു. ഓർഡർ വന്നിട്ട് നിർത്തിയോ? ഓർഡർ വന്നപ്പോഴും പ്രാർത്ഥിച്ചു. പ്രൈസ് ഇവനെ കൊടുക്കാൻ. ഹല്ലേലൂയ. ഇവൻ അറിയാം എന്നെ ഇവര് കണ്ടുപിടിക്കും, ഞാൻ മരണത്തിൽ പോകും. ഹല്ലേലൂയ. എന്നോടൊരു കനി ഇവര് കാണിക്കത്തില്ല. രാജാവിന്റെ കൽപ്പനയാ. പക്ഷെ രാജാവിന്റെ കൽപ്പനയേക്കാൾ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അവൻ വില കൊടുത്തത് കൊണ്ട് അവൻ ദൈവത്തെ ആരാധിച്ചു. എന്തോ ഇത് 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് കണ്ടിട്ട് എന്ത് പറഞ്ഞു? രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് ഹല്ലേലൂയയെ പിടിച്ച് എന്ത് ചെയ്തു? ഇങ്ങനെ സിംഹത്തിന്റെ ഗുഹയ്ക്കട്ട് ഗുഹയ്ക്ക് തിട്ടിട്ട് ഇത് ചെയ്തൊരു പരിപാടിയായിരുന്നു. ആമേൻ. അതിൽ 17-ാമത്തെ വാക്യം. ഒരു കല്ലുകൊണ്ട് ഗുഹയുടെ വാതിൽ വെച്ചു കല്ലും വെച്ചു, മുദ്രയിട്ടു. ഇനി അവനെ കുറിച്ചുള്ള ഡിസിഷന് മാറ്റമൊന്നുമില്ല. ഹലോ, ലോകം പറയുന്നതിന്റെ ഡിസിഷന് മാറ്റമൊന്നുമില്ല. ലോകം പറയും ഓർഡറിന് മാറ്റമൊന്നുമില്ലെന്ന്. ലോകം പറയും അപ്പോയിന്റ്മെന്റിന് മാറ്റമൊന്നുമില്ലെന്ന്. കല്ലും വെച്ചു, മുദ്രയിട്ട് തരും. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗമാണ്. നിങ്ങൾ വിചാരിക്കരുത് ഒരു സിംഹം ഇരിക്കുന്ന ഗുഹയിലേക്കാണ് ദാനിയേലിനെ വിട്ടത്. ഒരു സിംഹമുള്ള ഗുഹയിലേക്കാണോ വിട്ടത്? അതിന്റെ ഭാഗത്ത് അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, രാജാവിന്റെ കൽപ്പനയിൽ അവർ ദാനിയേലിനെ കുറ്റചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിലിട്ട് അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ച് അസ്ഥികളൊക്കെ തകർത്ത്. അപ്പൊ ഒരു സിംഹം മിനിമം ഒരു 3-4 പേരെങ്കിലും പിടിക്കാന്നൊക്കെ കേൾപ്പുണ്ട്. അപ്പൊ ഈ 120 സംസ്ഥാനത്തിൽ നിന്ന് കുറഞ്ഞൊരു 50 പേരെ കൂട്ടിക്കും, 200 പേരെങ്കിലും ആ കുഴിക്കാത്തോട്ട് വീരുന്നുണ്ടാവും. താഴെ എത്തിയതിന് മുന്നേ എന്ത് ചെയ്ത് ഇത് തകർക്കാൻ ഭാഗത്ത് എത്ര സിംഹങ്ങളുണ്ട്? ഹല്ലേലൂയ. സിംഹങ്ങൾ ഒത്തിരി ഉണ്ടെന്നേ. ദാനിയേൽ അവിടെ എന്തോ ചെയ്തേ? അങ്ങ് ഉറങ്ങി. ഹല്ലേലൂയ. ഞാനൊന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ ഈ ദാനിയേല് 3 പ്രാവശ്യം പ്രാർത്ഥിച്ച സിംഹത്തിന്റെ കുഴിയിൽ പോയി. അത് കഴിഞ്ഞപ്പോ രാജാവിന്റെ പ്രശ്നം. രാജാവ് എന്ത് രാത്രി എന്തോ ചെയ്തു? അവൻ ഉപവസിച്ചു. അടിമയ്ക്ക് വേണ്ടി ആര്? രാജാവ് ഉപവസിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? എടാ, മുദ്രയിട്ടവൻ രാജാവാ. പക്ഷെ രാജാവിന് എന്ത് പറ്റി? ഒരു ദുഃഖസ്വരം.
രാജാവിന് ഉറക്കമില്ല, രാജാവ് ഉപസിക്കുക. ഹല്ലേലൂയ. രാജാവ് ഫുഡ് വേണ്ട, രാജാവിന് ഉറക്കമില്ല. എന്റെ ദാനിയേല് സിംഹത്തിന്റെ കുഴി കിടക്കുക, രാജാവിന് പ്രശ്നം. നീ 3 പ്രാവശ്യം പ്രാർത്ഥിച്ച, നീ 3 പ്രാവശ്യം കർത്താവിന് വേണ്ടി നിന്നാൽ, അവന്റെ കൽപ്പനകളെ ഇഷ്ടാൽ, ഹല്ലേലൂയ, നിന്റെ ഉറക്കമല്ല പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി മുദ്രയിട്ടവരെ, നിനക്കെതിരെ കൽപ്പന എഴുതിയവരെ, നിനക്ക് വേണ്ടി ഓർഡർ എഴുതിയവരുടെ ഉറക്കം അറിയുകയെ. ഓർഡർ ഇട്ട്, കല്ല് വെച്ച്, മുദ്രയിട്ട് ദാനിയേലിനെ കുഴിക്കകത്ത് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. രാജാവ് രാവിലെ നിന്ന് എത്ര വെച്ചെന്നു? 20ാമത്തെ വാക്യം. ദൈവത്തിന്റെ ദാസനായ 20 ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. രാജാവ് എങ്ങനെയാ? ദുഃഖശബ്ദത്തോടെ. അവന്റെ സ്വരത്തിൽ ഒരു ദുഃഖമുണ്ട്. ദുഃഖശബ്ദത്തോടെ ദാനിയേലേ. അവൻ പ്രതീക്ഷിക്കുന്ന ദാനിയേലിന്റെ സ്വരമൊന്നും കേൾക്കാൻ സാധ്യതയില്ല. ഈ സിംഹം താഴെ എത്തുന്നതിന് അടിച്ചു വെക്കുന്ന സിംഹങ്ങളാ. ആ സിംഹത്തിന്റെ കുഴിയിലേക്ക് ആ ദാനിയേലിനെ ഇട്ടത്. ദാനിയേലിനെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരിക്കും വിശ്വസിക്കുക. രാജാവ് രാത്രി ഉറക്കമില്ല. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്ന് രാജാവിനെ വിളിച്ചപ്പോൾ ദാനിയേൽ എന്തോ പറഞ്ഞ? ജീവനുള്ള ദൈവത്തിന്റെ ദാനിയേലേ, നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നത് ദുഃഖശബ്ദത്തോടെ രാജാവ് വിളിച്ചു, ദാനിയേലേ, നിന്റെ ദൈവം വിടുവിച്ചോ? അപ്പം ദാനിയേൽ പറയുക, രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയുസ് ഒടുങ്ങാൻ ഒരുത്തിനകത്ത് കിടക്കുക, ആയുസ് തീരാൻ ഒരുത്തിനകത്ത് കിടക്കുക. നിന്റെ ശബ്ദം കേൾക്കത്തില്ലെന്ന്, നിന്റെ സാധ്യതകൾ അവസാനിച്ചെന്ന്, നിനക്കിനി ഒരു മടങ്ങി വരവില്ലെന്ന് ആരെങ്കിലും പറഞ്ഞ് കല്ല് ഉരുട്ടി വെച്ച് സിംഹത്തിന്റെ അകത്തേക്ക് നിന്നെ ഇറക്കി വിട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് പറ, രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സൈലൻസ് ആണ്. നിന്റെ ശബ്ദം കേൾക്കരുതെന്ന് ആഗ്രഹിച്ച, സിംഹങ്ങളുടെ കുഴിക്കകത്ത് നിന്നെ ഇട്ട, കല്ലുമൂടി വെച്ച, മുദ്രയിട്ട, ഹല്ലേലൂയ, നിന്നെ ലോകം കാണത്തില്ലെന്ന് വിധി എഴുതിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവൻ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നവൻ, ഇന്ന് പകൽക്കാലം പറയാൻ ഒരു ശബ്ദമുണ്ട്, രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? സിംഹങ്ങളെ കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ് അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവ് രാവിലെ എന്നിട്ട് ഓർക്കമില്ലാതെ എന്ന് ദാനിയേൽ സൗണ്ട് ഒന്നും കേൾക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോ അതിസന്തോഷത്തോടെ എന്നിട്ട് പറയുക, രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. നമ്മളെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോട്ട് പറഞ്ഞിട്ട് വാക്കുകൊണ്ടെങ്കിലും നമ്മൾ തിരിച്ചു പറയൂ, നീ നന്നായിരിക്കട്ടെ. കേൾക്കാൻ പറയാൻ പറ്റില്ലെങ്കിലും മാറി നിന്നെങ്കിൽ നമ്മളെന്തോ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കത്തില്ല. ശരി, ഇവന്റെ ദാനിയേലിന്റെ ഒരു സ്വഭാവം കണ്ടോ? കുഴിക്കകത്ത് ഇട്ടതാരാ? രാജാവ്. രാജാവിന്റെ കൽപ്പനയിൽ എന്തെങ്കിലും കുഴിക്കകത്ത് ഇട്ടേക്കുന്നത്? ആ രാജാവിനോട് പറയുക, രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ. എന്താ ദാനിയേലിന്റെ ധൈര്യം? ഞാൻ അവന്റെ സന്നിധിയിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവനാ, അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവനാ, അവനെ ആരാധിക്കുന്നവനാ. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ഏതെങ്കിലും അവസരത്തിൽ തകർന്നൊന്ന് തോന്നിയിടത്ത് ധൈര്യത്തോടെ പറയാൻ കഴിയണം, കർത്താവേ, ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നവനാ. കർത്താവേ, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവനാ. അങ്ങനെ പറയാൻ ഒരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയായി കൊള്ളട്ടെ, ഏത് കഷ്ടമായി കൊള്ളട്ടെ, ഏത് നിന്ദയായി കൊള്ളട്ടെ, ഏത് കൽപ്പനയായി കൊള്ളട്ടെ, ഏത് സിംഹമായി കൊള്ളട്ടെ, ഏത് ഗുഹയായി കൊള്ളട്ടെ, ഏത് കല്ലായി കൊള്ളട്ടെ, അതിന്റെ പുറത്ത് നിന്നെ കാക്കുന്ന ഒരുവൻ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം സിംഹങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്ന് നിനക്ക് നല്ല ഉറക്കം നൽകി രാവിലെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദേശത്ത് നിന്റെ നാമത്തെ ഉയർത്തുവാ. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്തു? ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന്റെ 26ാമത്തെ വാക്യം, എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട
ദാനിയേലിന്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീരുമാനം. Praise the Lord. രാജാവ് അടുത്ത പരസ്യം നടത്തുക. ഇതുവരെ എന്തോ പറഞ്ഞു, എന്നെ ആരാധിക്കുന്നു പറഞ്ഞ് മുദ്രയിട്ടാൻ പറയുക, ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ സേവിക്കണം. ദേശത്ത് നിന്നെ കുറിച്ചൊരു സാക്ഷ്യം, ദേശത്ത് ദൈവത്തെ കുറിച്ചൊരു നാമം അകത്ത് കൊടുക്കണമെങ്കിൽ ചിലപ്പോ നീ സിംഹത്തിന്റെ കുഴി പോയതിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുത്തുന്നവരോട് ഹല്ലേലൂയ വിശ്വസ്തതയായിരിക്കുന്നുവെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഹല്ലേലൂയ നിന്റെ ദൈവത്തിന്റെ നാമത്തെ ദേശത്ത് ഉയർത്തുവാൻ മാനിക്കുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്നവരായി, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരായി, ദൈവിക നീതി അന്വേഷിക്കുന്നവരായി ഈ ദൈവത്തിന്റെ പുറകെ പോയവരാരും വഴിയിൽ അലഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ നല്ല ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.